ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും ഇതും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മോഡുലാർ കിച്ചണിൽ ഞാൻ എവിടെ മെഷർമെന്റ് എടുക്കാൻ ചെന്നാലും മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞത് അതായത് പഴയ റിനോവേഷൻ വർക്കുകളിൽ നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ മെയിൻലി പറയണത് സിങ്ക് ഏരിയ ലീക്കായിട്ട് സിങ്കിന്റെ മോഡ്യൂള് ഡാമേജ് ആവും. അതാണ് മെയിൻ ഇഷ്യൂ എല്ലായിടത്തും ചെല്ലുമ്പോൾ പറയുന്നത്. അപ്പോൾ അത് മാറാനും ഇനിയിപ്പോ ഒരു പുതുതായിട്ട് മോഡുലാർ കിച്ചൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ സിങ്ക് ലീക്ക് ഇല്ലാതെ എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങളെ പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ സിങ്ക് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സൈഡ് ബോർഡ് ഒരു 6 mm വരെ തിക്നെസ് ഉള്ള സിങ്ക് എടുക്കാവുള്ളൂ. പിന്നെ ഗ്രാനൈറ്റ് പണിക്കാർ പറയുവാണ് സിങ്ക് ബിലോ കൗണ്ടർ, അതായത് ഗ്രാനൈറ്റിന്റെ അടി വെക്കുന്ന സിങ്ക് ഗ്രാനൈറ്റിന്റെ അടി വെച്ചാൽ മതി എന്ന് ഗ്രാനൈറ്റ് പണിക്കാർ പറഞ്ഞാൽ പോലും നിങ്ങൾ മോഡുലാർ കിച്ചണിൽ താഴെ വെപ്പിക്കരുത്. അതിന്റെ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലാണോ ഈ കുക്കർ അതുപോലുള്ള പാത്രങ്ങളെല്ലാം സിങ്കിനകത്ത് ഇട്ട് കഴുകുന്ന ആൾക്കാരാണ് നമ്മൾ. പിന്നെ അതുപോലുള്ള അറിയാതെ നമ്മൾ സിങ്കിനകത്ത് വെള്ളം കെട്ടി നിർന്നു കഴിഞ്ഞാൽ താഴത്തെ കോൺക്രീറ്റ് സ്ലാബില്ലാതെ ചെയ്യുന്നത് കാരണം നമ്മുടെ താഴത്തെ മൊഡ്യൂളിന്റെ ബോർഡ് താങ്ങാത്ത ഒരു പ്രശ്നം വരും. അപ്പോ വെള്ളം അപ്പോഴാണ് ലീക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിവിടെ മോഡുലാർ കിച്ചണിൽ സിങ്ക് മേളിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് മുകളിലാണ് ഫിക്സ് ചെയ്തെങ്കിലും നമുക്ക് വെള്ളം തൂത്ത് സിങ്കിനകത്തേക്ക് ഇടുന്ന രീതിയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഗ്രാനൈറ്റിന്റെ സിങ്കിന്റെ തിക്നെസ് ഗ്രാനൈറ്റിൽ ജസ്റ്റ് പൊഴി എടുത്തിട്ടാണ് നമ്മൾ സിങ്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇൻ കേസ് വെള്ളം കെട്ടി നിർത്തിയാൽ നമുക്ക് ലീക്ക് വരുന്നില്ല. കാരണം അടിയിലത്തെ ബോർഡിലല്ല നമ്മുടെ സിങ്ക് വെയിറ്റ് ഹോൾഡ് ചെയ്യുന്നത്, ഗ്രാനൈറ്റിൽ തന്നെയാണ്. പിന്നെ വെള്ളം തൂത്ത് നമുക്ക് സിങ്കിലേക്ക് ഇടാൻ പറ്റും. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കൊരു ഭാവിയിൽ ഒരു 10 വർഷം കഴിഞ്ഞ് ഈ സിങ്ക് ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പൊ ഇവിടെ സിങ്ക് എങ്ങനെ ഫിക്സ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഗ്രാനൈറ്റ് ആണ്, ഇതിപ്പോ ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ്, സ്റ്റോൺ ആണ്, ആർട്ടിഫിഷ്യൽ സ്റ്റോൺ ആണിത്. അപ്പോ അതിന്റെ സൈഡ് സിങ്കും അതായത് നമ്മുടെ ഗ്രാനൈറ്റും ഈ ഒരു ചെറിയ തിക്നെസ് താഴത്തേക്കാണ് സിങ്ക് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇൻ കേസ് വെള്ളമൊക്കെ ആണെങ്കിൽ നമുക്ക് തുടച്ച് താഴത്തേക്ക് ഇടാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഇൻ കേസ് നമ്മളിപ്പോ വെള്ളം കെട്ടി നിർത്തുവാണെങ്കിൽ തന്നെ ഗ്രാനൈറ്റ് ആണ് ഈ സിങ്കിന്റെ വെയിറ്റും ഈ വെള്ളത്തിന്റെ വെയിറ്റും ഹോൾഡ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ താഴത്തെ ക്യാബിനറ്റ്സിന് ഒരു ഇഷ്യൂ വരുന്നില്ല, ലീക്കിന്റെ ഒരു പ്രോബ്ലം വരുന്നില്ല. അതുകൊണ്ട് ഇത്രയും വെള്ളം കെട്ടി നിർത്തിയിട്ട് പോലും ഇന്ന് സിങ്ക് താഴുവോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഗ്രാനൈറ്റിലാണ് ഈ സിങ്ക് വെയിറ്റ് ഹോൾഡ് ചെയ്യുന്നത്. പൊതുവെ ഗ്രാനൈറ്റ് പണിക്കാരുടെ എളുപ്പത്തിന് വേണ്ടി ഗ്രാനൈറ്റ് പണിക്കാർ പറയും ഗ്രാനൈറ്റിന്റെ അടിയിൽ നമുക്ക് സിങ്ക് വെക്കാം. സത്യം പറഞ്ഞാൽ അവർക്ക് പണി എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതുപോലെ വെള്ളം കെട്ടി നിർത്തിയാൽ നമ്മുടെ താഴത്തെ ബോർഡ് താങ്ങൂല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സിങ്കും ഗ്രാനൈറ്റും കൂടി ഒരു വെള്ളം ലീക്കാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാകുമ്പോൾ ഇത്രയും വെള്ളം കെട്ടി നിർത്തിയിട്ടാണെങ്കിൽ തന്നെ യാതൊരുവിധ പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇനി മോഡുലാർ കിച്ചൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ കഴിവതും നമ്മുടെ സിങ്ക് ഈ രീതിയിൽ ചെയ്യാൻ നോക്കുക. ബിലോ കൗണ്ടർ വെക്കാതെ, അതായത് ഗ്രാനൈറ്റിന്റെ അടിയിൽ വെക്കാതെ വെയിറ്റ് താഴത്തെ ഇപ്പോ ബോർഡ് അല്ലാത്ത രീതിയിൽ ഗ്രാനൈറ്റിന്റെ ലെവലില് സിങ്ക് ഫിക്സ് ചെയ്യാൻ നോക്കുക. അതായത് ഗ്രാനൈറ്റിൽ ചെറിയ പൊഴി എടുത്തിട്ട് സിങ്ക് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ നോക്കുക. പിന്നെ എന്താ പറയാമെന്ന അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട സിങ്കിന്റെ ലീക്കും യാതൊരുവിധ അപ്പൊ നമ്മുടെ മൊഡ്യൂളിന് യാതൊരുവിധ പ്രോബ്ലവും ഇല്ലാതെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ മോഡുലാർ കിച്ചൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ, പിന്നെ ഇനിയിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇഷ്യൂ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇപ്പോൾ താഴേന്ന് സിങ്ക് നമുക്ക് മുകളിലേക്ക് മാറ്റി റീഫിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ മോഡുലാർ കിച്ചൺ ഇനി ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, മുകളിൽ തന്നെ സിങ്ക് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മോഡുലാർ കിച്ചണിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ നമ്പർ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ അതിൽ വിളിച്ച് എന്ത് ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക്, ഷെയർ